ഹായ്, ഞാൻ ദീപം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഊബർ എക്സ്പീരിയൻസ് ആണ്. പലർക്കും ഇതൊരു വളരെ സർവ്വസാധാരണമായ ഒരു കാര്യമായിരിക്കും ഊബർ ബുക്ക് ചെയ്ത് പോകുന്നതൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് 2 വീലർ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രീ ഡിഗ്രി വരെ ഞാൻ ബസ്സിൽ പോയിരുന്നു കോളേജിൽ. പ്രീ ഡിഗ്രിക്ക് ശേഷം വൺസ് ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് 2 വീലർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എവിടെയും പോകുന്നത്. അത് കോളേജിലായാലും അല്ലാണ്ടൊക്കെ ഞാൻ 2 വീലർ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഓട്ടോ അധികം യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഈ പിള്ളേരുടെയൊക്കെ കാര്യത്തിനുണ്ടല്ലോ, പിള്ളേർ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് നമ്മൾ ഇവരെ 2 വീലറിൽ തന്നെയാണ് സ്കൂളിലൊക്കെ കൊണ്ടുവിടുന്നത്. അപ്പം അത് എൻ്റെ തലേന്ന് പോകാതെയായി. അതായത് ഇവരെ എവിടെയെങ്കിലും കൊണ്ടുവിടണമെങ്കിൽ ഞാൻ തന്നെ വേണം, വേറെ ആരും പറ്റൂല. അപ്പൊ നമ്മൾ അങ്ങനെ വാനോ ഇതൊന്നും ഏർപ്പാടാക്കിയിട്ടില്ല. നമ്മൾ വീട്ടിലാണല്ലോ, അപ്പോൾ നമ്മൾ കൊണ്ടുവിടുകയും വരുവൊക്കെ ചെയ്യും. അങ്ങനെ കുറെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അന്ന മൂത്തയാള് 10th സമയത്ത് ഇവക്ക് എല്ലാ ശനിയാഴ്ച എക്സ്ട്രാ ക്ലാസ് കൊണ്ടുവയ്ക്കും. അപ്പൊ ഞാൻ എനിക്ക് കൊണ്ടുവിടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വിടത്തില്ലായിരുന്നു. 10th എക്സ്ട്രാ ക്ലാസ് ശനിയാഴ്ച ഉള്ളതിന് ഞാൻ വിടത്തില്ലായിരുന്നു. അവർക്ക് ഒത്തിരി ക്ലാസ് പോയായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ എല്ലാ ദിവസവും എനിക്ക് രാവിലെ എണീറ്റ് ഇത് പരിപാടി തന്നെ. അപ്പം ശനിയാഴ്ച ഹസ്ബൻഡിന് വീട്ടിൽ കാണത്തില്ല. അപ്പം നമ്മൾ തന്നെ ഇവളെ കൊണ്ടുവിടണം. എന്നാൽ വേറൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവളെയും വണ്ടിയിലിരുത്തി മറ്റോളെയും കൊണ്ട് അവിടം വരെ പോയി പിന്നെ തിരിച്ചു വരണം. ശരിക്കും അന്ന് ഊബർ ബുക്ക് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ അത്, അല്ലെങ്കിൽ അന്ന് അത് റിയലൈസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ വിട്ടാനെ. അപ്പൊ പിന്നീട് ഇതിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് 11th വേറൊരു സ്കൂളിലാണ് പോയത് മൂത്തയാള്. അത് കുറച്ച് ദൂരെയാണ്. അതായത് ഇവിടുന്ന് കവടിയാറ്, നമ്മൾ പേട്ടയാണ് താമസിക്കുന്നത്, ഇവിടുന്ന് കവടിയാറ് വരെ പോകണം. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശനിയാഴ്ച ദിവസം അവൾക്ക് എക്സ്ട്രാ ക്ലാസ് വന്ന് ഞാൻ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ പുളിപ്പ് മനസ്സിലായത്. അവൾക്ക് ബസ് ഉണ്ടായിരുന്നു, പക്ഷെ ബസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. കാരണം ഇവർക്ക് ഈ ഹയർ ക്ലാസ്സസിന് എക്സ്ട്രാ ക്ലാസ്സസ് കാണും. സോ അവർ പിന്നെ തിരിച്ച് ബസ് പ്രൊവൈഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ കൊണ്ടുവിടും, തിരിച്ച് ഓട്ടോ പിടിച്ച് അവള് വരുവാ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളായിട്ട് കൊണ്ടുവിടാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കര ദൂരാണ്. അപ്പൊ നമ്മളിവിടെ അടുത്തൊരു സ്കൂളിലാണ് മറ്റവളെ പഠിപ്പിക്കുന്നത്, ഇളയാളെ. ഇവള് അവിടെ തന്നെയായിരുന്നു. പക്ഷെ ഇവള് +1 ആയപ്പോ അങ്ങ് മാറി. അപ്പോഴാണ് എനിക്ക് ശരിക്കും അന്നേരവും എന്റെ തലയിലോ അയ്യോ എന്ത് ചെയ്യും, ഞാൻ തന്നെ കൊണ്ടുവിടണമല്ലോ, ഞാൻ തന്നെ വിളിച്ചോണ്ട് വരണമല്ലോ. പോക്ക് വരവ് തന്നെ ഏതാണ്ട് 3/4 മണിക്കൂർ പോയി കിട്ടും കേട്ടോ. അപ്പോഴാണ് നമ്മള് എന്നാ പിന്നെ ഓട്ടോ പിടിച്ചാവട്ടെ, അവള് ഇങ്ങോട്ട് ഓട്ടോ ഒക്കെ പിടിച്ച് വരും. പക്ഷെ ഏതോ ഒരു സമയത്ത് ഇവള് ശ്രീകാര്യത്തെങ്ങാണ്ട് ഒരു സ്കൂളിൽ എന്തോ ഒരു പരിപാടിക്ക് പോയി. അപ്പൊ രാത്രി ഏതാണ്ട് 5:30 ആയി. അപ്പൊ 5:30 ആയപ്പോ ഞാനും ഇളയാള് മാത്രമാണ് ഇവിടെ വീട്ടിൽ പേട്ടയിലുള്ളത്. അപ്പൊ ഞാൻ നല്ല മഴയും കണ്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് എങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ഇനി അവളെ വിളിക്കാൻ വേണ്ടി മാത്രം അവിടം വരെ പോയി തിരിച്ചു വരുന്നേ. ഓട്ടോ പിടിച്ച് വിടാന്ന് വെച്ച് കഴിഞ്ഞാലും ഈ രാത്രി 5:30-6 മണി സമയത്ത് ഓട്ടോയ്ക്ക് ഒറ്റയ്ക്ക് ക്രൈസ്നറിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അവൾക്ക് വഴിയൊക്കെ അറിയാം. മറ്റത് വഴിയും അറിയത്തില്ല, രാത്രിയുമാണ്, ഒരു ധൈര്യം ഇല്ല. അപ്പൊ എന്റെ ഫ്രണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയായിരുന്നു, ദിവ്യ എൻ്റെ അടുത്ത് പറയായിരുന്നു, അവരുടെ മക്കളെയൊക്കെ അവരിങ്ങനെ ദൂരോട്ടൊക്കെ എന്തെങ്കിലും ട്യൂഷനോ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഊബർ ബുക്ക് ചെയ്താണ് വിടുന്നത്, സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഞാൻ കേട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഒരു രക്ഷയില്ലാഞ്ഞിട്ട് ഞാൻ ഊബർ ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് എനിക്ക് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇവളുടെ കയ്യിൽ അന്ന് ഫോൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുത്തു. അവിടുന്ന് ഒരു ടീച്ചറും കൂടെ ഹെൽപ്പ് ചെയ്തു, വണ്ടി പിടിച്ച് കയറ്റി വിട്ടു. പിന്നെ അവൾ ഇവിടെ എത്തുന്നവരെ ഞാനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ട്, അതിന്റെ ലൊക്കേഷനൊക്കെ നമുക്കറിയാലോ, ഇങ്ങനെ വരുന്ന മാപ്പൊക്കെ അത് നോക്കി ഇങ്ങനെ, അതിപ്പോഴും ഉണ്ട്, അതിങ്ങനെ നോക്കിയിരുന്നാണ് ഒരു വിധത്തിലാണ് അവള് കറക്റ്റ് സമയത്ത് എത്തുകയും ചെയ്തു, കറക്റ്റായിട്ട് എത്തുകയും ചെയ്തു. അപ്പൊ അതിനകത്തൊരു കാര്യം മനസ്സിലായത്, നമ്മൾ സാധാരണ ഇവള് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി പിടിച്ച് വരുമ്പം 100 രൂപ, 120 രൂപ, 130 ആ ഒരു റേഞ്ചാണ് പോകുന്നത്. അപ്പം ചിലർ ഇവിടെ വന്നിട്ട് 100 രൂപ മേടിക്കും. മീറ്റർ ചാർജ് നമുക്ക് 100 കാണിക്കത്തുള്ളെങ്കിലും ഇവർ 120, 130 എന്നൊക്കെ പറഞ്ഞ് അടിയും പിടിയും ബഹളമൊക്കെയാണ്. അപ്പൊ ഞാൻ മിണ്ടത്തില്ല, ഞാൻ വാതിൽ തുറക്കത്ത് പോലും ഇല്ല കൊച്ചു വരുമ്പോഴത്തേക്കും. ഞാൻ വിചാരിക്കുന്നത് ഇവള് ഡീൽ ചെയ്യട്ടെ ഓട്ടോറിക്ഷക്കാരുമായിട്ട്. അപ്പൊ ഇവള് എപ്പോഴും ഓട്ടോറിക്ഷക്കാരുമായിട്ട് അടിയാണ്. ഞാൻ 110 കൊടുക്കത്തുള്ളൂ, എനിക്ക് ഇതിൽ കൂടുതൽ തരേണ്ടത്, മീറ്റർ ചാർജ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവള് പറയാനൊക്കെ പഠിച്ചു. പക്ഷെ സ്റ്റിൽ നമുക്ക് അറിയാത്തൊരു സ്ഥലത്തുനിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര കൊടുക്കണമെന്നൊന്നും അറിയാത്തത് കൊണ്ടും പിന്നെ നമുക്കൊരു സേഫ്റ്റിയുടെ ഒക്കെ പ്രശ്നം കാരണം നമ്മൾ വിടാതിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഗതികേട് കാരണം, അല്ലെ എനിക്ക് എന്റെ ആരോഗ്യവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവളെ ഒത്തിരി ദൂരേന്ന്, അപ്പം ഒരാൾ ഇവിടെ കൊച്ചു ഇവിടെ ഒറ്റയ്ക്കും, ഹസ്ബൻഡ് ഇല്ല സ്ഥലത്ത്. അപ്പൊ ഞാൻ തന്നെ പോവാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായപ്പോഴാണ് ഞാൻ പയ്യെ ഊബറിലേക്ക് മാറിയത്. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ഒരു വലിയൊരു ഒരു ബൂൺ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണിത് എനിക്ക്. കാരണം ഇപ്പം ഇവർക്ക് ഒത്തിരി പരിപാടി, മൂത്തയാളാണെങ്കിൽ ഒത്തിരി പരിപാടിക്ക് പോയി ചേർന്ന് കളയും. അപ്പൊ ടീച്ചേഴ്സിന്റെ വീട്ടിലായിരിക്കും ചിലപ്പോൾ പ്രാക്ടീസ് വരുന്നത്, ചിലപ്പോൾ സ്കൂളിൽ ഓഡ് അവേഴ്സിൽ പ്രാക്ടീസ് കാണും, ചിലപ്പോൾ പള്ളിയിൽ എന്തെങ്കിലും പരിപാടി കാണും. അപ്പൊ ഇതിനൊക്കെ ഇവക്ക് മാത്രമേ പോകേണ്ടതുള്ളൂ. ഇവക്ക് പോകണമെങ്കിലും ഞാനും എൻ്റെ കൂടെയുള്ള മറ്റേ ഇളയവളും എല്ലാവരെയും റെഡിയാക്കി നമ്മൾ പോകേണ്ടി വരും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ ആകെ മൊത്തം നനഞ്ഞ്, ഞാനാണെങ്കിൽ ബൈക്കിലേ പോകത്തുള്ളൂ. എനിക്ക് കാർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓടിക്കാനല്ല, പാർക്കിംഗ് ഒരു വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ചങ്ങാടം വലിച്ചോണ്ട് പോകാൻ എനിക്ക് താല്പര്യം. ഒരു ഗതി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ കാർ എടുക്കത്തുള്ളൂ. അപ്പം ഏറ്റവും സേഫ് എനിക്ക് തോന്നിയത്, കാരണം ഇത് നമുക്ക് ലൊക്കേഷനും അറിയാം, ആളെ അറിയാം, ഓട്ടോറിക്ഷയുടെ നമ്പർ അറിയാം. അപ്പൊ നമുക്കൊരു എന്തായാലും അവരവിടെ എത്തിക്കും, ഇതിനിടയ്ക്ക് അപകടമൊന്നും പറ്റില്ല, അങ്ങനെ ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ പൈസയ്ക്ക് അടി വയ്ക്കില്ല, വളരെ നല്ല സ്വഭാവമാണ് എനിക്ക് തോന്നുന്നു. ഊബർ ഞാൻ ജൂൺ തൊട്ട് യൂസ് ചെയ്യുവാണ്, 3 മാസമായി. ഇതുവരെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത്, അടിയില്ലാതെ, വഴക്കില്ലാണ്ട്, പീസ്ഫുൾ ആയിട്ട് പോകാൻ വരികയും ചെയ്യാം സേഫ് ആയിട്ട്, പ്രത്യേകിച്ചും കുട്ടികളെ. അപ്പൊ ഇന്ന് സൺഡേ ആണ്, ഇന്ന് ഇവരെ സൺഡേ സ്കൂളിൽ വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ എണീറ്റപ്പം ഇളയാൾക്ക് വയ്യ, കണ്ണൊരുമാതിരി ഇങ്ങനെ വിങ്ങിയിരുന്നോണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ട, അപ്പൊ മറ്റേ ആൾക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഊബർ ബുക്ക് ചെയ്യാം, നീ പോക്കോ. അവളെ ഒറ്റയ്ക്ക് വിടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഈ ഇളയതിനെയും കൂടെ എനിക്ക് ചേർത്ത് വിടാനായിട്ട് എനിക്കൊരു പേടിയാണ്, മറ്റവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഒരു 9 മണിയായപ്പോൾ ഇവളെ എണീറ്റിട്ട് പറഞ്ഞു, ഇളയാൾ എണീറ്റിട്ട് പറഞ്ഞു എനിക്കും പോകണം. പിന്നെ അപ്പത്തേക്കും എനിക്കെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആയപ്പോൾ ഞാൻ ഫുള്ളി ടയേർഡാണ്, നല്ല നടുവേദനയുണ്ട്, നമുക്ക് വീട്ടിൽ ഒത്തിരി ജോലി കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പോയി തിരിച്ചു വന്ന്, അതായത് രാവിലെ പോയി തിരിച്ചു വന്നിട്ട് ഉച്ചയാകുമ്പോൾ വീണ്ടും പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന് വിളിച്ചോണ്ട് വരണം. അപ്പൊ അത്രയും ടൈം നമ്മുടെ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഊബർ ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്ത് വിട്ട് അവര് തിരിച്ചു എത്തി. അപ്പൊ ആ ഒരു പ്രോസസ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതൊരു വലിയ സംഭവം ഒന്നല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്കൊരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു തലയിൽ, അയ്യോ എനിക്ക് പിള്ളേരെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് പിള്ളേർ ഒറ്റയ്ക്ക് പോയി പഠിക്കട്ടെ, ഒരു പ്രായം കഴിയുമ്പം ഒറ്റയ്ക്ക് പോയി പഠിക്കട്ടെ. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ സമയത്ത് എനിക്ക് ഒരു 6ാം ക്ലാസ് തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇവരെയൊന്നും അങ്ങനെ വിട്ടിട്ടില്ല, കാരണം നമ്മൾ പൊതിഞ്ഞു പിടിച്ചാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഇവർക്കൊക്കെ തന്നെ പോകാൻ അറിയാവോന്ന് തന്നെ നമുക്ക് പേടിയാണ്. പക്ഷെ അത്യാവശ്യ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇവരുടെ കയ്യിൽ ഫോൺ കൊടുക്കും, പക്ഷെ സ്കൂളിലേക്ക് പോകുമ്പോൾ അത് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിടേണ്ട സമയമാകുമ്പോൾ ചിലപ്പോഴൊക്കെ ഊബർ ബുക്ക് അല്ല നമ്മൾ കൊണ്ടുവിടുകയോ ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സംഭവം കറക്റ്റ് ആയിട്ട് ഇവരുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് എവിടെ നിൽക്കുന്നു ആ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് തിരിച്ചു വിളിക്കാനും പറ്റും. അല്ല ഇവിടുന്ന് അങ്ങോട്ട് അയച്ചാൽ മതി, അത് മാത്രം മതിയെങ്കിൽ അങ്ങനെ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഇത് വലിയ സംഭവമായിട്ടൊന്നും അല്ല, പക്ഷെ നമുക്കൊരു മെന്റൽ ബ്ലോക്കേജ് ഉണ്ടല്ലോ, പിള്ളേരെ ഇവർ തന്നെ ഹാൻഡിൽ ചെയ്തോളുവോ. ശരിക്കും ഇന്ന് ഇളയാളെയും കൂടെ വിട്ടപ്പോൾ എനിക്കൊരു ഇച്ചിരി പേടിയുണ്ടായിരുന്നു, മൂത്തയാൾക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം മൂത്തോൾ പറഞ്ഞാൽ അങ്ങനെ കേൾക്കുന്നവളല്ല ഇളയാള്. പക്ഷെ സ്റ്റിൽ അവർ രണ്ടുപേരും വലിയ കുഴപ്പമില്ലാണ്ട് പോയി. എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ വിടുമെന്നല്ല പറയുന്നത്, എനിക്ക് തീരെ വയ്യാതിരുന്നു, എന്നാൽ ഇവർക്ക് പോകാൻ വേണം. എപ്പോഴും സൺഡേ സ്കൂളിന്റെ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇവർക്ക് പോകണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടാവത്തില്ല. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇവർ പറയും ഓ ഇന്ന് എനിക്ക് മടിയാ പോകാനെന്ന്. അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പം ഭയങ്കര ഒരു വിഷമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഊബർ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണോ കറക്റ്റ് ആപ്പ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ മാത്രം കൊടുത്താൽ മതി. പിന്നെ അതിനകത്ത് നേരെ തന്നെ നമുക്ക് പിക്കപ്പ് ലൊക്കേഷനും അതുപോലെ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഒരു ആവറേജ് ഫെയർ, എത്രയാണ്, അടുത്തെങ്ങാനും ഓട്ടോസൊക്കെ ഉണ്ടോ, അല്ലെ മറ്റ് കാറാണെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അതിൻ്റെ റേറ്റും കാണാൻ പറ്റും. എന്നിട്ട് നമ്മളത് ജസ്റ്റ് സെലക്ട് ചെയ്ത് റിക്വസ്റ്റ് ഓട്ടോ, ഇപ്പം ഞാൻ ഓട്ടോയാണ് സെലക്ട് ചെയ്യുന്നത്, റിക്വസ്റ്റ് ഓട്ടോ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡ്രൈവേഴ്സിനെ തപ്പും, അടുത്തുള്ള ഡ്രൈവേഴ്സിനെയൊക്കെ തപ്പി ആരാണോ അവൈലബിൾ അവരെ നമുക്ക് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അവർ ഒത്തിരി ദൂരെ നിന്നാണ് വരുന്നത്, നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം കേട്ടോ. എനിക്ക് അതിൻ്റെ പരിപാടികൾ അറിയത്തില്ല, ഞാനിതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് 7 മിനിറ്റാണ് കാണിച്ചത്, പക്ഷേ 7 മിനിറ്റൊന്നും എടുത്തില്ല, അതിന് മുന്നേ തന്നെ ആൾ ഇവിടെ എത്തി. അപ്പോൾ അതിനകത്ത് എത്രയാണ് ഫെയർ എന്നുള്ളത് കാണിക്കും. അപ്പം വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യുന്നത്, ഇപ്പം കൊച്ചു എൻ്റെ അടുത്തുണ്ട്, അല്ലെ ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഷെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അവളുടെ ഫോണിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ലിങ്കും കൂടെ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും, സോ അവൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വൺസ് നമുക്ക് ഡ്രൈവേഴ്സിനെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രൈവേഴ്സ് എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പം കണ്ടോ 7 മിനിറ്റാണ്, അയാൾ എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ അടുത്തോട്ട് എത്തിയോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അതുപോലെ വണ്ടി നമ്പറും ആളുടെ പേരും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു പിൻ നമ്പറും കൂടെ കിട്ടും. അപ്പോൾ ആ പിൻ നമ്പറാണ് നമ്മൾ നമ്മുടെ കൊച്ചിൻ്റെ അടുത്ത് ആരാണോ യാത്ര ചെയ്യുന്നത് അവരുടെ അടുത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഓട്ടോ നമ്പർ നോക്കി നിൽക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഓട്ടോ വരുമ്പോഴത്തേക്ക് നമ്മൾ കൈ കാണിച്ച് പറയുക. അപ്പോൾ അവർ പിൻ നമ്പർ ചോദിക്കും. വൺസ് പിൻ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് യാത്ര തുടങ്ങാം. അപ്പം ഞാൻ സാധാരണ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കും, അതുപോലെ എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അയക്കും, അങ്ങനെയാണ്.
അപ്പോൾ ഇന്നിപ്പം ഇവർ രണ്ടുപേരും കൂടെ ആദ്യമായിട്ടാണ്, സാധാരണ ഞാൻ അന്നേനെ വിടാറുണ്ടെങ്കിൽ ആനീനെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ഇവളുടെ കൂടെ ആണെങ്കിൽ അത്ര ധൈര്യമൊന്നുമില്ല. കാരണം ആനി അങ്ങനെ ഇവളുടെ കൂടെ പോവോ എന്നുള്ളത് എനിക്ക് അവൾ പറയുന്നിടത്ത് നിൽക്കുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതുപോലെ ഇവർ പോകുന്നത് ലൂർദ് പള്ളിയാണ്. ലൂർദ് പള്ളിയുടെ റൈറ്റ് സൈഡിൽ കൊണ്ട് വൺ വേ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ കൊണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാലും ഇവർ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ബസ്സൊക്കെ ഇങ്ങനെ ചീറി പാഞ്ഞ്, ഞങ്ങൾ വണ്ടി കൊണ്ട് വിടാൻ നേരത്താണെങ്കിൽ പോലും ബസ്സൊക്കെ ഇങ്ങനെ ചീറി പാഞ്ഞ് ഫാസ്റ്റ് പാസഞ്ചറൊക്കെ പോകുന്ന ഒരു വഴിയാണത്, പള്ളി ഇരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളോട് സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. പിന്നെ ആനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഞാൻ ആദ്യമായിട്ട് പോവാണ്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ചാടി പോവാണ്. അപ്പം ഞാനത് കഴിഞ്ഞ് വിട്ടിരുന്നു നമുക്ക് ഇങ്ങനെ നോക്കാം ഇവർ ഏതൊക്കെ ലൊക്കേഷനിലെത്തി, എവിടെ എത്തി. ഇപ്പം ഞാനാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എൻ്റെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ എൻ്റെ ട്രിപ്പ് എനിക്ക് ഷെയർ ചെയ്യാം വേറൊരാൾക്ക്, അതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഞാൻ തന്നെയാണ് ഊബർ ബുക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇന്ന സ്ഥലത്ത് എത്തി എന്നൊക്കെ അറിയാനായിട്ട്. ഇതിപ്പോൾ ഞാൻ തന്നെയാണ് നോക്കുന്നത് ഇവളെവിടെ എത്തി, എവിടെയെങ്കിലും ബ്ലോക്കായി നിൽപ്പുണ്ടോ, അല്ലെ സമയം ഒത്തിരി എടുക്കുന്നുണ്ടോ. ചില സമയത്ത് ഇതിൻ്റെ മാപ്പ് ഓടായിട്ട് കാണിക്കും കേട്ടോ. അത് അവർ യൂസ് ചെയ്യുന്ന ഓട്ടോക്കാരുടെ ആ നെറ്റ് അത്ര കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം തല തിരിഞ്ഞും മറിഞ്ഞൊക്കെ കാണിക്കും. പിന്നെ ചില സമയത്ത് ഇവർ റൂട്ട് മാറ്റി പോകുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നോർമൽ റൂട്ട് അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വേറെ റൂട്ട് മാറുവാണെങ്കിൽ ഒക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടോ, ഇതിപ്പം സമയമായപ്പം അവിടെ എത്തി. നമുക്കൊരുവിധം ഐഡിയയും കിട്ടും ഏത് സമയത്ത് അവിടെ എത്തും എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാനിത് അങ്ങനെ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാനും പാകത്തിന് ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഏതാണ് ആപ്പ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഊബർ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഊബർ ലൈറ്റ് എന്ന് പറയുന്ന ആപ്പാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. എനിക്കറിയത്തില്ല അത് തന്നെയാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ തിരിച്ച് ഞാൻ ഊബർ ബുക്ക് ചെയ്താണ് അവരെ ഇങ്ങോട്ടേക്ക്, അതായത് ഒരു മണിയായപ്പോൾ അവർ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാന്ന് പറഞ്ഞു. ഊബർ ബുക്ക് ചെയ്ത് കൊടുത്തു, പിൻ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരിങ്ങ് പോന്നു. അപ്പം ഞാൻ അന്നയ്ക്ക് UPI സർക്കിൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ഭീം നമ്മുടെ UPI പേയ്മെൻറ്റ്സ് ഇല്ലേ, GPay അല്ല, എനിക്കൊന്ന് GPayയിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് മറ്റേ എന്താണ് അക്കൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ, പാൻ കാർഡ് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇത് എടുക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മുടെ തന്നെ ഒരു എമൗണ്ട് ഇവർക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഒരു 1000 രൂപയാണ് ഓരോ മാസവും ഇവർക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഓട്ടോയ്ക്ക് പോകുമ്പോഴും അല്ലാതെ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനൊക്കെ ആയിട്ട് UPI പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലാതെ പൈസ അവൾ കൊണ്ടുപോകും. പക്ഷേ ഇങ്ങനെ ഞാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ ഈ ഓട്ടോയുടെ പേയ്മെൻ്റ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ഓട്ടോയോ? ഓട്ടോ വാസ് വെരി ഗുഡ്. പക്ഷെ ഫസ്റ്റ് വണ് അതിന്റെ വിൻഡ്ഷീൽഡ് ഒരു ക്രാക്ക് പൊട്ടിയിരിക്കുകയായിരുന്നു. അത് നീയുമായിട്ട് എന്ത് ബന്ധം? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അത് പേടിച്ചു പോയി ഞാൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഈ ബുക്ക് ചെയ്യാൻ കാണിച്ചതൊക്കെ. പിന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് മനസ്സിലായത് റേറ്റ് കുറവാണ് താരതമ്യേന ബാക്കിയുള്ള, അല്ലാണ്ട് നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് പോകുന്നതും ഊബർ വഴി ബുക്ക് ചെയ്യുന്നതും തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് മീറ്റർ ചാർജ് ആണ് അവർ എടുക്കുന്നത്. അതിനപ്പുറം അവർ ചോദിക്കാറൊന്നുമില്ല. പക്ഷെ നമ്മൾ അത് അറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അത് അറിഞ്ഞു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഓട്ടോ പിടിക്കുന്നത് നമ്മൾ ജംഗ്ഷനിലേക്ക് ഇറങ്ങി ചെന്ന് നിന്ന് ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അങ്ങനെയാണല്ലോ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോ ചിലപ്പോൾ വരുന്നത് ഒരു കുറേ ദൂരം നിന്നായിരിക്കും. ആ ദൂരം നിന്ന് വന്ന് ഇവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് അവിടുന്ന് തൊട്ടുള്ള മീറ്റർ ചാർജ് ആണ് അവരിടുന്നത്. അതിന് മുന്നേ അവർ നമ്മുടെ ഈ ഇടവഴിയാണെങ്കിൽ അകത്തോട്ട് കയറി വരുന്നതിനൊന്നും നമ്മൾ ചാർജ് കൊടുക്കുന്നില്ല. സോ അതനുസരിച്ച് ഇപ്പൊ അതിലൊരു 72 രൂപയാണ് കാണിക്കുന്നതെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകാനായിട്ട് 140 രൂപ ആയുള്ളൂ. അപ്പോൾ അതൊന്ന് റൗണ്ട് ചെയ്ത് കുറച്ച് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുവാണെങ്കിൽ, അത് ഒരു ശീലമാക്കണമെന്നുള്ളതല്ല, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അത്രേ ഉള്ളൂ. അവരങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നതാണല്ലോ. അപ്പം നമ്മൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യമായിട്ട് ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ അതിനകത്ത് കാണിക്കുന്ന അതേ എമൗണ്ട് കൊടുക്കാനായിട്ട് നിൽക്കാതെ ചെയ്ത ഒരു വിൻ വിൻ സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നതാണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാളായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാത്ത, പേടിച്ചിരുന്ന ഒരു സംഭവം. എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് പറ്റത്തില്ല, ഞാൻ തന്നെ പോവാം, ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പോവാം, ഞാൻ തന്നെ ബുദ്ധിമുട്ടാം, എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ സൗകര്യം, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം ഇതെല്ലാം നോക്കണമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് കാണാം.